കണ്ടിട്ട് ഞങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായോ? ഇല്ലല്ലേ? ഇത് കൊട്ടാരക്കരക്കാരുടെ സ്വന്തം മീൻപിടിപ്പാറ. ഇത്ര മനോഹരമായ സ്ഥലമാണെന്നറിയുമോ? ഇവിടെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നേരിൽ വന്ന് കാണണം. ഇവിടെ വരുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു കമാനവും അതിനോട് ചേർന്ന ടിക്കറ്റ് കൗണ്ടറുമാണ്. കുട്ടികൾക്ക് 10 രൂപയും മുതിർന്നവർക്ക് 20 രൂപയുമാണ് ചാർജ്. ഇവിടെ നിന്നും അകത്തേക്ക് കയറുമ്പോൾ ആദ്യം കാണാൻ കഴിയുന്നത് കുട്ടികളുടെ ഒരു ചെറിയ പാർക്കാണ്. അവർക്ക് ആസ്വദിക്കാൻ ഊഞ്ഞാലും നിരങ്ങുന്ന റൈഡും കറങ്ങുന്ന റൈഡും അങ്ങനെ കുറേ ഐറ്റംസ്. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് വളരെയധികം സന്തോഷമാണ്. ഇതൊക്കെ ആസ്വദിച്ചതിന് ശേഷം മനോഹരമായ നടപ്പാതയിലൂടെ നടക്കാം. നടപ്പാതയ്ക്ക് ഇരുവശവും മനോഹരമായ പൂച്ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ നുരഞ്ഞു പതഞ്ഞൊഴുകുന്ന ഒരു ചെറിയ അരുവി, അതിനു മുകളിലൂടെ ഒരു തൂക്കുപാലം. ഇതിനു മുകളിൽ നിന്നാൽ മീൻപിടിപ്പാറയുടെ ഭംഗി നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. ഞങ്ങളെന്തായാലും പോയത് ഒരു ഇടദിവസമായതുകൊണ്ട് അത്ര തിരക്കില്ലായിരുന്നു. ശനിയും ഞായറും പൊതുവെ നല്ല തിരക്കാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പൊ കൂടുതലും റീൽസിലും ഒക്കെ നമ്മളിപ്പോൾ സ്ഥിരമായി ഈ മീൻപിടിപ്പാറ കാണാറുണ്ട്. അത്രയും മനോഹരമായ സ്ഥലമാണ് കേട്ടോ. കുറച്ച് സമയം നമുക്ക് എല്ലാ ടെൻഷനും മറന്ന് ഇരിക്കാൻ പറ്റുന്ന ഒരു മികച്ച സ്ഥലം കൂടിയാണ് നമ്മുടെ മീൻപിടിപ്പാറ. ഞങ്ങളിവിടെ എത്തിയ സമയം ഒരുപാട് കുട്ടികൾ ഇവിടെ കുളിക്കുന്നതും കളിക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ സച്ചക്കുട്ടനും ഭയങ്കര അവനും വെള്ളത്തിലിറങ്ങണമെന്ന്. പക്ഷെ ഞങ്ങൾ തോർത്തോ ബർമുടയോ ഒന്നും തന്നെ കരുതിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ മൗനം പാലിച്ചെങ്കിലും ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നു. കുഞ്ഞുങ്ങളുടെ സന്തോഷമല്ല നമുക്ക് ഏറ്റവും വലുത്. ഞങ്ങളെന്തായാലും ഇവിടെ കുറേ സമയം ചെലവഴിച്ചതിന് ശേഷം ഇതിനോട് ചേർന്ന് തന്നെയുള്ള ഒരു കോഫി ഷോപ്പിൽ നിന്നും ഓരോ ഐസ്ക്രീമും കഴിച്ച് ഞങ്ങൾ ഈ ട്രിപ്പ് അടിച്ചു പൊളിച്ച് കൊട്ടാരക്കരയിൽ നിന്നും വിജയ ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ കൂടിയുള്ള ഈ റോഡിൽ കൂടി യാത്ര ചെയ്ത് ഇവിടെ എത്തിച്ചേരാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.